നിലവിൽ നമ്മുടെ കാലാവസ്ഥയ്ക്ക് ഏറ്റവും നല്ലത് ചരിഞ്ഞ മേൽക്കൂരകളാണെന്ന് പറയും. ഏറ്റവും കൂടുതൽ ലീക്ക് വരാനുള്ളൊരു സാധ്യതയും ചരിഞ്ഞ മേൽക്കൂരാണ്. കാര്യം നമ്മൾ ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു കോൺക്രീറ്റ് അതിനകത്തേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. കാര്യം സ്ലോപ്പഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വാട്ടർ കണ്ടീഷനിൽ നമുക്ക് വ്യത്യാസം വരുത്തേണ്ടി വരും. പിന്നെ പ്രോപ്പറായിട്ട് ഓവർ സ്ലോപ്പൊക്കെ ആണെങ്കിൽ അതിനകത്ത് പണിക്കാർക്ക് നിന്ന് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്. ഇനി അതിനപ്പുറം ഇത് ക്യൂറിങ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്. ഇപ്പോൾ ഫ്ലാറ്റ് സർഫസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ കോളം കെട്ടി നിർത്തിയിട്ട് ചെയ്യാം. ഇങ്ങനെയുള്ള സമയത്ത് പഴയതുപോലെ ചണച്ചാക്കുകൾ ഉപയോഗിച്ചിട്ട് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് ഹൈവേയിലേക്ക് വരുന്ന അത്തരം ഷീറ്റുകളുണ്ട് ക്യൂറിങ് ചെയ്യുന്ന, അങ്ങനെയൊക്കെയുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാർ ചെയ്യുന്ന ബിൽഡിങ്ങുകൾക്കൊന്നും പ്രശ്നമില്ല. അപ്പം നിങ്ങളെ വീട് ഇപ്പോൾ എത്ര 2 വർഷം ആരുടെ വീട് ചോർച്ചയൊന്നുമില്ല, 3 വർഷത്തോളമായി. 3 വർഷത്തില്ല. പിന്നെ അവിടെ പിന്നെ ചെയ്യാൻ പറ്റുന്ന സാധനം പ്രോപ്പറായിട്ടുള്ള, പക്ഷേ ഇന്നിപ്പോൾ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു റെഡിമിക്സിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ കെമിക്കൽസ്, അതായത് വാട്ടർ പ്രൂഫിങ് കെമിക്കൽസ് ഓൾറെഡി ചേർക്കുന്നുണ്ട്. അതെ, അതല്ലാതെ നമ്മൾ വാട്ടർ പ്രൂഫ് ഇപ്പോൾ ചെയ്യുന്നുണ്ട്. ലെയർ വാട്ടർ പ്രൂഫിങ്ങുകൾ ചെയ്യുമ്പോൾ ഇപ്പം കെമിക്കൽസ് വേണ്ടി ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കോൺക്രീറ്റ് ആഡ് ചെയ്യുന്നുണ്ട്, പ്ലാസ്റ്ററിംഗ് സമയത്ത് ആഡ് ചെയ്യുന്നുണ്ട്. കാരണം അതൊക്കെ കുറച്ചുകൂടെ ഇതിന്റെ സ്ട്രെങ്തിനെ ബോണ്ടിങ് കൂട്ടുന്നത്, സ്ട്രെങ്തിനേക്കാളും കൂടുതൽ ബോണ്ടിങ് ആണ്. പിന്നെ വാട്ടർ പ്രൂഫിംഗ് സ്ട്രെങ്ത് കിട്ടുന്ന പ്രോഡക്റ്റുകളുണ്ട്. ഇങ്ങനെയുള്ള അഡസീവ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കുറച്ചുകൂടെ എക്സ്ട്രാ എലമെന്റ് നമുക്ക് ഇതിനകത്ത് കൊണ്ടുവരാൻ പറ്റും. ഇപ്പോൾ അരുണിൻ്റെയൊക്കെ വീട് ചെയ്യുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള, ഇപ്പോൾ നമുക്ക് കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഡോക്ടർ ഫിക്സിറ്റിൻ്റെ LW+ പോലുള്ള, അതായത് ഒരു ബാഗിന് 200 ml എന്ന് പറഞ്ഞിട്ട് അവർ തന്നെ അതിൻ്റെ ഒരു ക്യാപ്പ് കാര്യങ്ങളൊക്കെ തരും. ഇന്ന് അത് മാറിയിട്ട് ഇപ്പോൾ ബ്രാൻഡ് പേരെടുത്ത് പറയുകയാണെങ്കിൽ ഇപ്പോൾ രാംകോയ്ക്ക് ക്രീറ്റ് എന്ന് പറഞ്ഞിട്ട് സിമെൻ്റ് ഉണ്ട്. അത് കോൺക്രീറ്റിന് വേണ്ടിയിട്ട് മാത്രം അവർ ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. അതിനകത്തേക്ക് ഇത്തരം കെമിക്കൽസിൻ്റെ ആവശ്യമില്ല. ഇനി ഡാൽമിയയ്ക്ക് DSP എന്ന് പറഞ്ഞിട്ട് സിമെൻ്റ് ഉണ്ട്. ഇപ്പോൾ നമുക്ക് വരുന്ന ACC പോലുള്ളതിനകത്ത് കോൺക്രീറ്റ് പ്ലസ്, ഇതിന് ഒരു ബാഗിന് ഒരു 20 to 25 റുപ്പീസ് നമുക്ക് കൂടുതലാണ്. അപ്പോൾ ലാഭം നോക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ കോൺട്രാക്ടറെ സംബന്ധിച്ചിടത്തോളം, അവന് ഒരു 1000 ബാഗ് ആകുമ്പോഴത്തേക്ക് അത്രയും പൈസ മാറി. അതുകൊണ്ട് അവനത് ചെയ്യണം എന്നില്ല.